കണ്ണൂർ സർവകലാശാലയിലെ സംഘർഷത്തിൽ 220 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. SFI, KSU, MSF നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെയാണ് കേസെടുത്തത്. സംഘർഷമുണ്ടാക്കിയതിനും പോലീസിനെ ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസ്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ഇന്നലെയാണ് കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നത്. വലിയ സംഘർഷത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇന്നലെ മുഴുവൻ രാവിലെ മുതൽ, അതായത് തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയം മുതൽ വോട്ടെണ്ണുന്ന സമയം വരെ വലിയ സംഘർഷാവസ്ഥയിലൂടെ കണ്ണൂർ സർവകലാശാല കടന്നുപോവുകയായിരുന്നു. SFI പ്രവർത്തകരും അതുപോലെ തന്നെ MSF, KSU പ്രവർത്തകരും തമ്മിലടിച്ച് കണ്ണൂർ സർവകലാശാലയെ ഒരു കലാപശാലയാക്കുന്നതിന് സമാനമായ രീതിയിലുള്ള സംഘർഷമായിരുന്നു ഉണ്ടായിരുന്നത്. നിരവധി പ്രവർത്തകർക്കും പോലീസുകാർക്കും ഒക്കെ തന്നെ ഈ ഒരു സംഘർഷത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട 220 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിൽ തന്നെ SFIയുടെ, KSUവിൻ്റെയും MSFിൻ്റെയും നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. സംഘർഷമുണ്ടാക്കിയതിനും പോലീസിനെ ഭീഷണിപ്പെടുത്തിയതിനുമാണ് ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ തന്നെ KSU നേതാക്കളായ ഫർഹാൻ മുണ്ടേരി, അതുൽ, അതുപോലെ തന്നെ SFIയുടെ സഞ്ജീവ്, അശ്വന്ത് തുടങ്ങി ജില്ലാ നേതാക്കൾക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഈ കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുണ്ട്. അതായത് കണ്ടാലറിയാവുന്ന 200ഓളം പേർക്കെതിരെയും അതുപോലെ തന്നെ SFIയുടെയും KSUവിൻ്റെയും MSFിൻ്റെയും 20 നേതാക്കൾക്കെതിരെയും ഉൾപ്പെടെ 220 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലത്തെ ഈ സംഘർഷത്തിൽ പോലീസിന് ലാത്തി വീശേണ്ട ഒരു സാഹചര്യത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു. ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് കേസെടുത്തിരിക്കുന്നത്. തുടർ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. രോഹിണി, ശരി. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.